ഞാൻ പറയുന്ന കേക്ക്. നീ കണ്ണടച്ച് ഈ കല്യാണത്തിന് സമ്മതിക്ക്. വീട് നിന്റെയാവും, അതിന്റെ മേലുള്ള കടവും തീരും. സിഹിക്കൊരു അച്ഛനെയും കിട്ടില്ലേ? ഒരു വെടിക്ക് 2 അല്ല 3 പക്ഷിയെ കിട്ടുന്ന പോലെയാ. ഇനി എന്താ സീത ആലോചിക്കുന്നേ? വീടും മോളും ഒക്കെ നിന്റെ കൂടെ തന്നെ വേണ്ടേ? അതെല്ലാം നടക്കും, ലൈഫ് സെറ്റിൽ ആവും. സീതേ, ഒരു തീരുമാനം എടുക്കുന്നത് എളുപ്പമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ചേച്ചിയായിട്ട് ഞാനില്ലേ, ഞാൻ പറയുന്നത് നിനക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. എന്തെങ്കിലും ഒന്ന് പറ സീതേ. ഓ, മൗനം സമ്മതമെന്നാണല്ലോ. അങ്ങനെയാ? അങ്ങനെയെങ്കിൽ നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് ഞാൻ കരുതിക്കോട്ടെ. പ്ലീസ് എന്നെ വെറുതെ വിട്. വീടിന്റെ പ്രശ്നത്തിന് കല്യാണമാണ് പരിഹാരമെങ്കിൽ എനിക്ക് ആ വീടേ വേണ്ട. വീടില്ലാതെ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്തെങ്കിലും ചെയ്ത് നോക്കിക്കോളാം എടുത്തി. പ്ലീസ് കല്യാണത്തെ പറ്റി മാത്രം സംസാരിക്കണ്ട. നീ പൈസ കൊടുത്തില്ലെങ്കിലേ നിന്റെ വീട് ബാങ്കുകാർ കൊണ്ടുപോകും. എന്റെ രാമനുണ്ട് എടുത്തി, എന്നെ കൈവിടില്ല. ഓ, എടുത്ത് ഇങ്ങനെ ഇനി ഓഫീസിലേക്ക് വരരുത്. വർക്കിംഗ് അവേഴ്സിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ട മാനേജർ വഴക്ക് പറയും. പ്ലീസ് വന്നേ. അല്ലേലും വെട്ടാൻ പോകുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് എന്ത് പ്രയോജനം? ഹെൽപ്പ് ചെയ്യൂ അത്രേ. കാണാലോ ആരാ ഹെൽപ്പ് ചെയ്യുന്നേന്ന്. ഇത് ഞാനാ. ഫേവറേറ്റ് ഗ്രീൻ കളർ ഫ്രോക്ക്. ഇതെന്റെ സീതമ്മ. സാരി വരയ്ക്കാൻ കുറച്ച് കഷ്ടാ, അതുകൊണ്ടാ സീതമ്മയ്ക്ക് ഫ്രോക്ക് ഇട്ട് കൊടുത്തത്. നല്ല രസമുണ്ട് കാണാൻ. മാം, നമ്മുടെ ഫാമിലി ഡ്രോയിങ്ങില് നമ്മുടെ ഡോഗിനെ വരയ്ക്കാൻ പറ്റുമോ? ഓ യെസ്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ എന്തൊക്കെയുണ്ടോ, മുത്തശ്ശൻ, മുത്തശ്ശി, പട്ടി, പൂച്ച, എന്ത് വേണമെങ്കിലും നിങ്ങൾ വരച്ചു. ഓക്കെ മാം. മാം, സിഹിയുടെ ഡ്രോയിങ് ഇൻകംപ്ലീറ്റ് ആണ് മാം. അല്ല മാം, കംപ്ലീറ്റ് ആണ്. നോക്ക്. നിന്റെ ഡ്രോയിങ്ങിൽ അച്ഛനില്ലല്ലോ, പിന്നെ അതെങ്ങനെയാ കംപ്ലീറ്റ് ആവുന്നത്? മിസ്, അമ്മ മാത്രമേ ഉള്ളെങ്കിൽ ഫാമിലി ഇൻകംപ്ലീറ്റ് ആണോ? അങ്ങനെ ഒന്നുമില്ല സിഹി. നീ വരച്ച പടവും കംപ്ലീറ്റാ. നോക്ക്, എന്തു ഭംഗിയാ കാണാന്ന്. താങ്ക് യു മാം. സിഹി, എന്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നിനക്ക് വേണേ 2 പേരെ തരട്ടെ? വേണ്ട കാവ്യ, എന്റെ വീട്ടില് ഞാനും സീതമ്മയും മാത്രമാണെങ്കിലും ഞങ്ങള് നല്ല ഹാപ്പിയാ. കുറച്ച് കഴിയുമ്പോ എന്റെ അച്ഛൻ വരുമല്ലോ, അപ്പൊ ഞാൻ അച്ഛന്റെ ചിത്രം വരയ്ക്കും. സിഹി, നിന്റെ അച്ഛൻ ഇപ്പൊ എവിടെയാ? ദേ നോക്കൂ മിസ്സേ, ഇവൾക്ക് ഇവളുടെ അച്ഛനെ എവിടെയാന്നറിയില്ല. പിന്നെ അച്ഛൻ എങ്ങനെയാ വരിക? സമന്യു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഡു യുവർ ഡ്രോയിങ്. ഓക്കെ ചിൽഡ്രൻ, നിങ്ങളോടൊക്കെ ഞാനൊരു സർപ്രൈസ് പറയട്ടെ. നമ്മൾ എല്ലാവരും കൂടി ഒരു ക്ലാസ് ടൂർ പോകുന്നു. ഡേറ്റ് എന്നാണെന്നുള്ള കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ഡയറിയിൽ എഴുതി അറിയിക്കാം. ഓക്കെ ആണോ? സീതയ്ക്കാണെങ്കിൽ ഷോപ്പിംഗ് മാളെ ഇൻഷുറൻസ് ഒക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്.
അതിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയ മെസ്സേജ് ഇതുവരെ വന്നില്ലല്ലോ. ഇതെങ്ങനെ എന്റെ അക്കൗണ്ടിൽ 2500 രൂപ ക്രെഡിറ്റ് ആയി? 2500 ഇത്രയൊക്കെ പൂജ്യമുണ്ടോ? 25,000 25 ലക്ഷം. അയ്യോ എന്റെ ദൈവമേ, എന്റെ അക്കൗണ്ടിൽ 25. നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ പാടില്ലേ? സാർ, എന്റെ അക്കൗണ്ടിലേക്ക് എനിക്കറിയാം, നീ ക്യാബിനിലേക്ക് വന്നിട്ട് സംസാരിക്കേ. 25 ലക്ഷം. സാർ, 25 ലക്ഷം സാർ. കാശ് വന്നു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കാൻ പാടില്ലേ? എന്തിനെങ്ങനെ എല്ലാരും അറിയിക്കുന്നേ? സാർ, എനിക്ക് റോട്ടിന്ന് ഒരു 50 രൂപ കിട്ടിയാ പോലും അന്ന് മൊത്തം ഞാൻ ഡാൻസ് കളിച്ച് സോഡ പപ്സ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കാറുണ്ട്. ഇത് പക്ഷേ ലക്ഷങ്ങളല്ലേ സാർ? 1 2 അല്ല, 25 ലക്ഷം. അയ്യോ, എന്റെ PG യിലെ ആന്റിയാ. ഒരു മിനിറ്റ് സാർ. എന്താ ആന്റി? 2 മാസത്തെയോ? നിങ്ങളുടെ PG യുടെ വില പറ. നിങ്ങളുടെ ബിൽഡിംഗ് ചിലപ്പോ ഞാൻ വാങ്ങും. എന്റെ അടുത്തിപ്പോ 25 ഓ, 25. നിന്നോടല്ലേ പറഞ്ഞത്? ഇത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ വീട് സർ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കടം ഉണ്ടെങ്കിൽ പറ, ഞാൻ തീർത്തു തരാം. ഒരുപാടങ്ങ് സന്തോഷിക്കണ്ട. വന്ന പൈസ അതുപോലെ അങ്ങ് തിരിച്ചു പോകും, അറിയോ? ഇല്ല സർ, എന്റെ കഷ്ടപ്പാടുകളെല്ലാം കണ്ടിട്ട് ദൈവം എനിക്ക് തന്ന വരവായത്. ദൈവം ഒന്നുമല്ല അയച്ചത്, അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ദേവരാജൻ. അല്ല, എനിക്ക് മാത്രം എന്തിനാ സർ? ഇതേതെങ്കിലും ഇൻസെന്റീവാ? ഇൻസെൻസിറ്റീവ്. എന്തോ ബ്ലണ്ടർ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് ശരിയാകുന്ന വരെ ദൈവത്തോടത്ത് മിണ്ടാതിരിക്കുന്നേ. ഈ കാര്യങ്ങളൊക്കെ ബോസ് അറിഞ്ഞ വലിയ പ്രശ്നമാകും ഇത്. ബോസ്, എന്റെ അശോകേട്ട്. എന്താന്ന്? ഒന്നുമില്ല സർ, നമ്മുടെ ബോസ് ഇത്ര വലിയവനാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അത്രേ ഉള്ളൂ. വരട്ടെ സർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. റാം, ഞാൻ ഏടത്തെ കൊണ്ടാക്കിയിട്ട് വരാം. ചരണ്ടി സാർ ചോദിച്ചൊന്ന് പറയണേ. ഷുവർ, ഐ വിൽ ടേക്ക് കെയർ. ഓ, അപ്പൊ ആ ലോയർ ചേട്ടൻ പറഞ്ഞ ചെറുക്കൻ ഇവനായിരിക്കും അല്ലേ? ഏടത്തി, വരൂ. ബോസ്, നിങ്ങൾക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമാണോ? ഞാനാ അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നത്. രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞില്ല. സോറി ട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് ഒന്ന് ചെന്ന് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് ജാടയിടും. എന്നിട്ട് ഞെട്ടിക്കുന്നത് പോലെയുള്ള സർപ്രൈസുകൾ എനിക്ക് തരും. കള്ളൻ. 25 ലക്ഷം. ആഹാ, പച്ചത്തിയാണു നീ, പിച്ചിപ്പൂവാണു ഞാൻ. എന്റെ അക്കൗണ്ടില് ചെക്കൻ ക്യാഷ് ഇട്ടല്ലോ. May I come in, sir? Yes, please. ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഇത്ര സന്തോഷത്തിലിരിക്കുമ്പോ ഇത്ര ഫോർമലായിട്ട് വാതില് നോക്ക് ചെയ്ത് മേ കം ഇൻ സർ എന്ന് പറഞ്ഞ അകത്തേക്ക് വരുന്നത്. എന്റെ ഇപ്പോഴത്തെ സന്തോഷത്തിന് നിങ്ങളുടെ ചേമ്പറിന്റെ ഗ്ലാസ്സെല്ലാം തല്ലി പൊട്ടിച്ച് അകത്തേക്ക് വരാനാ തോന്നിയേ. അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിങ്ങളാ? ഞാനോ? നിങ്ങളുടെ ഭാഷയിൽ തന്നെ അത് പറഞ്ഞില്ലേ? ഇത്രയും ദിവസം ഞാനിത് പ്രതീക്ഷിച്ചത് പോലുമില്ല. ആൺകുട്ടികൾ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് പറയാൻ ലെറ്റേഴ്സ് എഴുതും,
മെസ്സേജ് അയക്കും, അതും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് വന്ന് പറയും. പക്ഷെ നിങ്ങളോ മെസ്സേജ് അയച്ചിരിക്കുന്നു, അതും ബാങ്ക് വഴി. എല്ലാ കാര്യങ്ങളും ബിസിനസ് പോലെയാണല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനും അങ്ങനെയാ. നിങ്ങളെ ഒട്ടും മനസ്സിലാക്കിയതേ ഇല്ല. പക്ഷേ ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഐ തിങ്ക് ആ? I mean, I'm sorry. And thank you. Thank you so much. ദൈവമേ, ഇനി ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ വെറും ഒരു മണ്ടിയായി പോയില്ലേ? ഏയ്, അല്ല നീ പറയുന്ന എന്താന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് പറ. എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ആയിട്ട് പറയണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലേ? ഇറ്റ്സ് ഓക്കെ. സെയിം ബീച്ച്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ എനിക്കും അതാ. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പൈസ കൊണ്ടല്ലേ പറയാറ്? ഇറ്റ്സ് ഓക്കെ, അതിൽ തെറ്റൊന്നുമില്ല. യു ലവ് മണി, ഐ ലവ് മണി ടു. നിങ്ങൾക്കൊരു ലീവ് ആവശ്യമുണ്ടോ? പിന്നെ ലീവ് എടുക്കാതിരിക്കോ? കുറച്ച് ദിവസത്തേക്ക് മാത്രം. താങ്ക് യു സോ മച്ച് സർ. നിങ്ങൾ ഇങ്ങനെ നിന്നാ മതി, ഞാൻ എല്ലാം മനസ്സിലാക്കിക്കോളാം. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ആരും അതിനൊരു ചാൻസും ഇല്ല. എനിക്കും എന്തെങ്കിലും തരണമെന്നുണ്ട്, തരുന്നുണ്ട്. ബൈ. എല്ലാം മനസ്സിലായെന്ന് പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ബോസ് ഞാനല്ലെന്നെങ്ങാനും. ചേച്ചേ, ഇവളെ പേടിച്ച് ഇനി ഓഫീസിൽ വരാൻ പറ്റില്ലല്ലോ. എങ്ങനെ എവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? അയ്യോ, വീണ്ടും വന്നെന്ന് തോന്നി. ആരോട് പറഞ്ഞില്ലെങ്കിലും സീതയോട് ഈ കാര്യം ആദ്യം പറയണം. ഒരു നല്ല കാര്യം പറയാൻ വന്ന ഇവിടെ ഉണ്ടാവില്ലല്ലോ ഇവള്. പ്രിയ, ഞാൻ എന്റെ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്തു. ഇനി ഫയൽസ് ഒക്കെ അതിലേക്ക് അയച്ചാ മതി. അയ്യോ, അയച്ചോളാന്നേ. നിന്റെ ഇമെയിൽ ഐ ഡി അല്ലേ മാറിയത്? എന്റെ സമയം തന്നെ മാറിയിരിക്ക. എന്താ മേഡം, നല്ല സന്തോഷത്തിലാണല്ലോ. റാം, ആക്ച്വലി ഇതാരോടും പറയാൻ നിക്കണ്ട. എന്നാ നീ ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ളതല്ലേ, അതാ പറയാന്ന് വെച്ചേ. ബോസ് എനിക്ക് കാണിക്ക അയച്ചു. എന്ത് ചെയ്തു? ഏയ്, ഒന്നും ചെയ്തില്ല. ആക്ച്വലി അവർ ഇന്നലെ എന്നോട് കുറച്ച് ചൂടായി. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ ഒരു സോറി അങ്ങ് പറഞ്ഞു. അതായത് മലയാളത്തിലെ സോറി പറഞ്ഞു അല്ലേ? ഏയ് പൊട്ട, അവരുടെ ഭാഷ എന്താണെന്നറിയില്ലേ? ക്യാഷ്. ആ ഭാഷയിലാ അവരെന്നോട് സോറി പറഞ്ഞത്. ഇത്ര നാളായിട്ട് എനിക്ക് അയാളെ മനസ്സിലായതേ ഇല്ല. He gifted me 25 lakhs, അറിയാമോ? എന്റെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം അയച്ചത്. വാട്ട്? ആ, ഈ കാര്യം ഒന്ന് സീതയോട് പറയാന്നോർത്ത് വന്നതാ. അപ്പൊ നോക്കുമ്പോ അവളെ കാണുന്നില്ല. സീതവളുടെ ചേച്ചിയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. ഓ, ഓക്കെ. ഏയ്, ഈ കാര്യം നീ ആരോട് പറയരുത് കേട്ടോ, ഇത് സീക്രട്ടാ. മാഡം, നിങ്ങൾ പറഞ്ഞതുപോലെ ഫണ്ടെല്ലാം വേറൊരു അക്കൗണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഗുഡ്. താങ്ക് യു മാഡം. ഇനി എന്താണ് ചെയ്യേണ്ടത് മാഡം? ഫോൺ കട്ട് ചെയ്തേക്ക. ഓക്കെ മാഡം. രാമ, ഓഫീസിൽ നിന്ന് അഡ്വാൻസ് സാലറി, കുടിയന് വേണ്ടി കൗൺസിലിംഗ്, ദേശായി വീടിനെ ഒരു രാമരാജ്യാക്കാൻ പോവാണോ രാമ?
രാവണനെ പോലെ ഈ ഭാർഗവി ഇവിടെ ഉള്ളിടത്തോളം അതിന് ഊണിലോ ഉറക്കത്തിലോ പോലും സ്വപ്നം കാണാൻ പാടില്ല. അതെങ്ങനെയാണ് മിസ്സായത്? എല്ലാം പേഴ്സണലി നീ തന്നെ പ്രോസസ് ചെയ്തല്ലേ? എനിക്കും അതാടാ മനസ്സിലാവാത്തെ. ആദ്യം നീ അതെങ്ങനെയാ മിസ്സായെന്ന് നോക്ക്. ആ ടെനിക്കോ സീതർ അക്കൗണ്ടിലേക്ക് പണം വന്നേ പറ്റുള്ളൂ. ഷീസ് വെയിറ്റിംഗ്. വീണ്ടും വീട് മാറുന്ന കാര്യത്തെ പറ്റി അവൾ ചിന്തിക്കും. ശരി, ഞാൻ നോക്കട്ടെ, ഇപ്പൊ തന്നെ നോക്കാം. വേഗം പ്ലീസ്. പെൻഡ്രൈവ് ഇവിടെ എവിടെയോ വെച്ചിരുന്നല്ലോ. ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. പ്രിയ? ഓ, പ്രിയ ഇല്ലല്ലോ. അവളെന്തോ പുറത്തു പോയതാണെന്ന് തോന്നുന്നു. ഓ, കഴിക്കാൻ പോയതാവും. റാം, ആ പെൻഡ്രൈവ് ഒന്ന് തരാമോ? ഇവിടെ കാണുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം. യാ ഷോ. എന്താടോ? നത്തിങ്. ബോസ് എന്തെങ്കിലും പറഞ്ഞോ? എന്തോ ചിന്തയിലാണല്ലോ, പറയേ. സീത, തന്റെ വീടിന്റെ കാര്യത്തിന് ഇനി എത്ര സമയമുണ്ട്? ഓ, അതിനെപ്പറ്റിയാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ഒരുപാട് സമയമില്ല റാം. അവര് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. വീണ്ടും റിമൈൻഡർ നോട്ടീസ് വന്നു. ലോയറെ ഹെൽപ്പ് ചെയ്തോളും. പിന്നെ നീയും ബോസിനോട് പറഞ്ഞിട്ടില്ലേ, അഡ്വാൻസ് സാലറി വരുമെന്ന ധൈര്യത്തില് ഒറ്റ ദിവസം എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. ലോയറിനെക്കാട്ടിലും നിന്നോട് താങ്ക്സ് പറയണ്ടറാ. നീ ഇത്രയൊക്കെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഇതെനിക്ക് കിട്ടില്ലായിരുന്നു. താങ്ക് യു. അത് ആക്ച്വലി തന്റെ സാലറി. ഓ, ഒരു മിനിറ്റ്, ലോയർ വിളിക്കുന്നുണ്ട്, ഇപ്പൊ വരാവേ. ഹലോ. ഹലോ സീത മാഡം. സീത മാഡം, നല്ലൊരു പാർട്ടിയുണ്ട്, നോക്കുന്നോ? പാർട്ടിയോ? ഓ അതല്ല, കാര്യങ്ങളൊന്നും പറയാതെ നേരെ വിഷയത്തിലേക്ക് കടന്നു. ലോയർ ബുദ്ധി. പാർട്ടി എന്ന് പറഞ്ഞത് വീട് വാങ്ങാനൊരു നല്ല പാർട്ടി വന്നിട്ടുണ്ട്. സീത മാഡം വിശ്വസിക്കില്ല, ഇതിനേക്കാൾ നല്ലൊരു പാർട്ടി നമുക്ക് കിട്ടത്തേയില്ല. നല്ല റേറ്റ് തരാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സർ, ഞാൻ നിങ്ങളോട് പറയാൻ വരുമായിരുന്നു, ഞാൻ വീട് മാറുന്നില്ല. നിങ്ങൾ വീട് മാറുന്നില്ല എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സീത മാഡം, ഇതെന്താ ഇങ്ങനൊരു തീരുമാനം? ഓഫീസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് സർ. ഓഫീസിൽ നിന്നോ? നടന്നത് തന്നെ. അതിനൊരു 100,000 പ്രൊസീജിയേഴ്സ്, നോൺ ഒബ്ജക്ഷൻ റൂൾ, അതെല്ലാം ആയി വരുമ്പോഴേക്കും ഒരു ഭാഗത്ത് ബാങ്കുകാർ ഇതൊക്കെ നോക്കി നിൽക്കില്ല, മറുഭാഗത്ത് വീട് വാങ്ങുന്നവർ അവരുടെ വഴിക്കും പോകും. സീത മാഡം, എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ വീട് മാറുന്നതാണ് നല്ലത്. ഇല്ല സർ, ഓഫീസിൽ നിന്ന് എന്തായാലും പൈസ കിട്ടും. ബാങ്കിൽ നിന്ന് കുറച്ചുകൂടി സമയം കിട്ടുമെന്ന് നിങ്ങളൊന്ന് ചോദിക്കാമോ? നിങ്ങൾ ചോദിക്കാൻ പറയുമ്പോ നോ എന്ന് എങ്ങനെ പറയും സീത മാഡം? പക്ഷേ വാങ്ങാന്ന് പറഞ്ഞവർക്കും ബാങ്കുകാർക്കും ഇതൊന്നും മനസ്സിലാവില്ല. അതാ പ്രശ്നം. സീത ഇതുവരെ ഒന്നും എന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്ത് എല്ലാം ചോദിക്കണം. ആഫ്റ്റർ ഓൾ ഇതെന്റെ പ്രൊഫഷൻ അല്ലേ. ഇറ്റ്സ് ഓക്കെ. സീത ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഡോണ്ട് വറി, എല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പൊ നേരത്തെ പറഞ്ഞ പാർട്ടി ക്യാൻസൽ അല്ലേ?
സി യു സീത മാഡം. ടേക്ക് കെയർ. ഓക്കെ സർ, താങ്ക് യു. ഞാൻ അവളോട് ഇത്ര ഫോഴ്സ് ചെയ്ത് വീട് മാറണ്ടെന്ന് പറഞ്ഞത്. ഇനി ക്യാഷിന് പ്രശ്നമുണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും?